ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പരിപ്പും പാലക്കും കൂടി വെച്ച് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറി റെഡിയാക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള പരിപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതാദ്യം വാഷ് ചെയ്ത ശേഷം നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പരിപ്പ് നന്നായി തന്നെ കുക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് പരിപ്പും പാലക്കും ഒരുമിച്ച് ഇട്ട് കൊടുക്കാത്തത്. പാലക്ക് പെട്ടെന്ന് തന്നെ കുക്കായി വരും. അതുകൊണ്ട് ആദ്യം പരിപ്പ് വേവിച്ചെടുത്തതിന് ശേഷം പാലക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് നന്നായി തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കെട്ട് പാലക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി നമുക്കൊന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ചീരയെല്ലാം കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാലക്ക് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീരയെല്ലാം കട്ട് ചെയ്യുന്ന അതേ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പരിപ്പ് ഇപ്പോൾ ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പാലക്ക് നമുക്ക് പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സവാള സ്ക്വയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാലക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ട് ഒറ്റ വിസിൽ വരുത്തി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. പാലക്ക് കുക്കായി വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഞാനിതിനായിട്ട് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തന്നെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പും പാലക്കും എല്ലാം നന്നായി കുക്കായി വന്നതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. ഈ സമയം ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കറി ഇവിടെ നന്നായി തന്നെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പും പാലക്കും കൂടിയുള്ള കറി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.